അപ്പൊ നാളെ സെപ്റ്റംബർ 15 തിങ്കളാഴ്ച യഥാർത്ഥത്തിൽ കേരളത്തിലെ ഭരണപക്ഷത്തെ സംബന്ധിച്ചും പ്രതിപക്ഷത്തെ സംബന്ധിച്ചും ഒരു ഗതികെട്ട ദിവസമാണ്. സത്യത്തില് ഞാൻ പറഞ്ഞത് തെറ്റാണ് കേട്ടോ. പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും സംബന്ധിച്ചല്ല, ജനങ്ങളെ സംബന്ധിച്ചാണ് ഒരു ഗതികെട്ട ദിവസം എന്ന് പറയേണ്ടത്. കാരണം പണം പോകുന്നത് ജനത്തിന്റെയാണ്. നമസ്കാരം. നാളെ ഭരണപക്ഷത്തെ സംബന്ധിച്ചും പ്രതിപക്ഷത്തെ സംബന്ധിച്ചും ഗതികെട്ട ദിവസമാണ് എന്ന് പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് സത്യത്തില് എല്ലാ സ്ഥലത്തുമുള്ള ഒരു സംഭവം തന്നെയാണിത് ഇന്ത്യയിൽ. അതായത് 5 വർഷം കൂടുമ്പോൾ ഇലക്ഷൻ വരും. ആ ഇലക്ഷനിൽ ജനങ്ങൾ വളരെ ഉത്സാഹത്തോടു കൂടി വോട്ട് ചെയ്യും. അതിൽ കുറെ പേര് ജയിക്കും. ജയിച്ചവർ ഒരു വിഭാഗം ഭരണപക്ഷമാകും, ഒരു വിഭാഗം പ്രതിപക്ഷമാകും. പക്ഷേ ഇവരൊക്കെ ചർച്ച ചെയ്യുന്നത് എന്താണ്? നാളെ നമ്മളുടെ കേരള നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. ആ സമയത്ത് വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്, നമ്മളുടെ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണോ അവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു വട്ടപൂജ്യം എന്ന ആൻസർ പറയാനേ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ എപ്പോഴും പ്രതിപക്ഷത്തിന്റെ കയ്യിലായിരിക്കും ആയുധങ്ങൾ ഉണ്ടാവുക. ഭരണപക്ഷം അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കും എന്നുള്ളൊരു സാഹചര്യമാണ് ഉണ്ടാവാറ്. പക്ഷേ നാളത്തെ കേസിൽ എന്ന് പറയുമ്പോൾ ഭരണപക്ഷത്തിന്റെ കയ്യിലും പ്രതിപക്ഷത്തിന്റെ കയ്യിലും ആയുധങ്ങളുണ്ട്. ആ ആയുധങ്ങൾ അവരിറക്കും. അതോടെ പ്രതിരോധം അവിടെ ചർച്ച ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നിയമസഭ മാറും. കാരണം നാളെ ഭരണപക്ഷം ഏറ്റവും കൂടുതൽ ശ്രമിക്കുക എന്ന് പറയുന്നത് വളരെ നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും നമ്മളുടെ കേരള നിയമസഭയിൽ നാളെ ചർച്ചയാവാൻ പോകുന്ന പ്രധാന വിഷയം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യുവ MLA ഗർഭം എന്ന് പറയുന്ന വിഷയമായിരിക്കും. ഈ ആരോപണം വന്നതിന് ശേഷം സത്യത്തിലെ ഗ്രൂപ്പുകാർ, അതായത് നമ്മളുടെ രമേശ് ചെന്നിത്തല ഉൾപ്പെടുന്ന ഒരു വിഭാഗം വളരെ സജീവമാണ്. പാർട്ടിക്കുള്ളിൽ തന്നെ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് VD സതീശന് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ ഇത്ര പെട്ടെന്ന് ധൃതി പിടിച്ച് കുറെ നടപടികൾ എടുത്തത്. എന്നിട്ട് വളരെ നല്ല പുള്ള ചമഞ്ഞു എന്നുള്ള ഒരു ഭാവമൊക്കെ ഗ്രൂപ്പിനുണ്ട്. അതവര് നമ്മളുടെ VD സതീശന്റെ മേലെ ആരോപിക്കുന്നുമുണ്ട്. ആ സാഹചര്യത്തില് ഒന്നാമത് സസ്പെൻഷൻ കിട്ടിയിരിക്കുന്ന ഒരു MLA. അപ്പോ ഭരണപക്ഷം ഈ ഒരു വിഷയം ഉയർത്തിക്കൊണ്ട് വരുമ്പോ സത്യത്തില് ധാർമ്മികമായിട്ട് കോൺഗ്രസിന് പ്രതിരോധിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം അവരുടെ MLA അല്ല, സസ്പെൻഷനിൽ ഇരിക്കുന്ന MLA ആണ്. PV അൻവറിന്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്കിലാണ് വന്നാൽ തന്നെ ഇരിക്കുന്നത്. പക്ഷെ ഏറ്റവും ഗതികെട്ട അവസ്ഥ എന്ന് പറയുന്നത്, നേതാക്കളെല്ലാം ഈ രാഹുൽ മാങ്കൂട്ടവുമായി വളരെ ബന്ധമുള്ള നേതാക്കളെ കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിപ്പിച്ച് ദയവ് ചെയ്ത് നിയമസഭയിൽ നാളെ വരരുത് പ്ലീസ് എന്ന് കാല് പിടിക്കുന്ന അവസ്ഥയാണ്. രാഹുൽ മാങ്കൂട്ടമാണെങ്കിൽ ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ഇനി വന്നാൽ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് ഉയർത്തിക്കൊണ്ടുവന്ന് അതിനെ സംബന്ധിച്ചുള്ള, അതായത് ഗർഭത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പരമാവധി നിയമസഭാ രേഖകളിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതായിരിക്കും ഭരണപക്ഷത്തിന്റെ ഒരു അജണ്ട എന്ന് പറയുന്നത്. പിന്നെ പാർട്ടിക്ക് വേണ്ടി പ്രതിരോധിക്കേണ്ടി വരും. രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചില്ലെങ്കിൽ പോലും മറുപടി പറയണമല്ലോ പ്രതിപക്ഷത്തിന്. ആ മറുപടി പറയാൻ വേണ്ടി ഇവര് നമ്മളുടെ നടൻ മുകേഷ്, ഇപ്പൊ MLA ആണല്ലോ നടൻ, അതുപോലെ തന്നെ MLAയുമായിട്ടുള്ള മുകേഷ്, AK ശശീന്ദ്രൻ അപ്പുറത്തെ സൈഡ് ഇതേ സാഹചര്യത്തിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് പ്രതിരോധിക്കാം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യമാണെന്നുണ്ടെങ്കിൽ, വളരെ അപ്പർ ക്ലാസ് ഗ്രൂപ്പിന്റെ നെഗോസിയേഷൻ ഒക്കെ നടത്തുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, നമ്മളുടെ AC മൊയ്തീൻ. അതുപോലെ തന്നെ കപ്പലണ്ടി കച്ചവടത്തിൽ നിന്ന് കോടികൾ സമ്പാദിച്ച ഒരു പാവം കമ്മ്യൂണിസ്റ്റുകാരനുണ്ടല്ലോ, MK കണ്ണൻ എന്ന് പറയുന്നത്. ഈ രണ്ടുപേരെ സംബന്ധിച്ചുള്ള ശബ്ദരേഖാ വിവാദം, DYFIയുടെ ശരത്ത് കൊണ്ടുവന്ന ആ ശബ്ദരേഖ എന്ന് പറയുന്നത് മറ്റൊരു ആയുധമാക്കിയിട്ട് പ്രതിപക്ഷം മുന്നോട്ട് വരും. അപ്പോ അവിടെ ഈ ഇടതുപക്ഷം എന്ത് ആൻസർ കൊടുക്കും എന്നുള്ളതും കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ പോലീസുകാരുടെ അക്രമം തന്നെ. അതായത് കയ്യിൽ കിട്ടുന്നവരെ പരാതി കൊടുക്കാൻ വന്നവനാണോ, അതോ പ്രതിയാണോ, അതോ കുറ്റം ആരോപിക്കപ്പെട്ടവനാണോ, ഒന്നും നോക്കാതെ അവരുടെ സ്ട്രെസ് കണ്ടവന്റെ മേലെ തീർക്കുക എന്ന് പറയുന്ന രീതിയിൽ പോലീസ് സ്റ്റേഷനിലോട്ട് കാലെടുത്ത് വെക്കുന്നവന്റെ കരണക്കുറ്റി നോക്കി പൊട്ടിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ജീവിതം തന്നെ നശിച്ചു പോയ വ്യക്തികൾ, മാനഹാനി കൊണ്ടും ട്രോമ കൊണ്ടും അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടും ജീവിതം നശിച്ചു പോയ വ്യക്തികൾ എന്ന് പറയുന്നത് കേരളത്തിൽ ധാരാളമുണ്ട്. ഇപ്പൊ മീട്ടു വിവാദം പറഞ്ഞ പോലെ പോലീസ് തല്ലി എന്നൊരാൾ പറഞ്ഞു, ഇപ്പൊ ധാരാളം പേര് വന്നേക്കിയ മീട്ടു എന്നും പറഞ്ഞു, എനിക്കും തല്ല് കിട്ടി എന്ന് പറഞ്ഞു. അതുപോലെ ഒരു വൃത്തികെട്ട ഗതികെട്ട കെടുകാര്യസ്ഥതയുടെ ആ ഒരു ഭരണം നടന്നുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര വകുപ്പ്,
ആ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നതാരാ? നമ്മളുടെ മുഖ്യനായിട്ടുള്ള പിണറായി വിജയൻ തന്നെ. അദ്ദേഹം ഇതുവരെ വാ തുറന്നിട്ടില്ല. നവകേരള യാത്രയുടെ സമയത്ത് ഇതുപോലെ കുറെ സംഭവങ്ങൾ ഉണ്ടായപ്പോ അത് എന്താണ് സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായിട്ട് ഡിവൈഎഫ്ഐക്കാർ കണ്ടവരെ മർദ്ദിച്ചതാണ് എന്ന് പറഞ്ഞെങ്കിൽ ഈ ഒരു സംവിധാനത്തിൽ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പിൽ നടക്കുന്ന ഈ ഒരു അക്രമത്തെക്കുറിച്ച് അദ്ദേഹം ഇതുവരെ വാ തുറന്നിട്ടില്ല. പക്ഷെ നാളെ ചിലപ്പോ വാ തുറക്കേണ്ടി വരും. അല്ല എന്നുണ്ടെങ്കിൽ ഉണ്ണാക്കൻ മുഖ്യമന്ത്രി എന്നുള്ള പേര് വരുമല്ലോ. അപ്പോ ആ ഒരു രീതിയിൽ വേറൊരു വിഷയം അതും കിടപ്പുണ്ട്. പിന്നെ നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി എന്താണ് സംസാരിക്കാൻ പറ്റുന്ന എന്ത് വിഷയമാണ് ഉള്ളത്? ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതില് എന്ത് ആൻസർ പറയാനാണ്? സത്യത്തില് ഒരു നമ്മളുടെ നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായ, അതും നമ്മളുടെ PV അൻവർ ചർച്ചയ്ക്ക് എടുത്തിട്ട ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വളരെ അത്യാവശ്യം വേണ്ട ഒരു വിഷയം തന്നെയാണ് അദ്ദേഹം മുമ്പിലെടുത്തിട്ട്. അദ്ദേഹം രാഷ്ട്രീയപരമായിട്ട് ഏത് രീതിയിലുള്ള വ്യക്തിയുമായിക്കോട്ടെ, അല്ലെങ്കിൽ ബിസിനസ് പരമായി എന്ത് ആരോപണങ്ങൾ നേരിടുന്ന വ്യക്തിയുമായിക്കൊള്ളട്ടെ, പക്ഷെ അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ചർച്ച നടത്തിയത്. അതായത് വന്യമൃഗങ്ങളുടെ ആക്രമണം, ജനങ്ങൾക്ക് മേലെ ഉണ്ടാകുന്ന ആക്രമണം. അതായത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമുള്ള ഇത് ഈ അടുത്ത കാലത്തുള്ള കുറച്ച് വർഷങ്ങളുടെ കണക്കെടുപ്പത്തപ്പോൾ തന്നെ 280-ലധികം മരണങ്ങളാണ് അതിൽ മനുഷ്യന്റെ നടന്നിരിക്കുന്നത് വന്യജീവി ആക്രമണത്തിന്റെ പേരിൽ. അപ്പോ അതിന് ഒരു നിയമനിർമ്മാണം നടത്താനുള്ള മന്ത്രിസഭ ഒരു തീരുമാനമായിട്ടുണ്ട്. പക്ഷെ അത് നിയമസഭയിൽ വരുത്തുമ്പോൾ അവിടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എലക്ഷൻ അടുക്കുന്നത് കൊണ്ട് ജനങ്ങളെ കയ്യിലെടുക്കാൻ, വോട്ട് നേടാൻ വേണ്ടി ഇപ്പൊ ധൃതി പിടിച്ചു കൊണ്ടുവരുന്ന ഒരു നിയമം എന്നുള്ള ഒരു ആരോപണമായിരിക്കും നമ്മളുടെ പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നത്. അല്ലാതെ ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. ഇപ്പൊ ഈ പറഞ്ഞ നിയമം എന്ന് പറയുന്നത് വന്യമൃഗങ്ങളെ നേരത്തെ വെടിവെക്കണം എന്നുണ്ടെങ്കിൽ 6 പേരുടെ ഒരു പ്രത്യേക സമിതി രൂപീകരിക്കണം, CCTV ക്യാമറ വെച്ച് ഇതില് മൃഗങ്ങള് അക്രമം നടത്തുന്നത് കാണണം, അതിനുശേഷം പല നൂലാമാലകളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് വെടിവെക്കണം എന്നുണ്ടെങ്കിൽ വെടിവെക്കാൻ പറ്റുള്ളൂ, തോക്ക് മാത്രം കയ്യിലുണ്ടാവുള്ളൂ. ഇനി ഇപ്പോ ആന അല്ലെങ്കിൽ പുലി, കടുവ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നരഭോജിയാണെന്ന് തെളിയിക്കണം, എന്നാൽ മാത്രമേ അതിനെ വെടിവെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ മാറി ചീഫ് ഫോറസ്റ്റ് ഓഫീസർക്ക് വെടിവെക്കാനുള്ള, സ്വന്തമായിട്ട് തീരുമാനമെടുക്കാനുള്ള ഒരു കേന്ദ്ര നിയമത്തിലുള്ള ഭേദഗതി, അതാണ് യഥാർത്ഥത്തിൽ ഇവര് ചർച്ചയ്ക്കെടുക്കുന്നത്. അപ്പോ അതില് ജനങ്ങൾക്ക് ഉപകാരമുള്ളതാണെങ്കിൽ പോലും പ്രതിപക്ഷം അതിനെ എതിർക്കും, ഈ വോട്ട് മുന്നിൽ വരുന്നു എന്നുള്ളത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട്. കാരണം മലയോര പ്രദേശത്തെ വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് CPM ഇത് ചെയ്യുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷെ അത് ജനങ്ങൾക്ക് ഉപകാരമുള്ളതാണെന്നെങ്കിൽ നടപ്പിലാക്കാൻ പ്രതിപക്ഷം കൂട്ടു നിൽക്കണ്ടേ? അത് ചെയ്യില്ല. പക്ഷേ ഈ ഗർഭം, അഴിമതി, കൈക്കൂലി, പാർട്ടിക്കാരുടെ പണം സമ്പാദിക്കൽ, ഇതൊക്കെയാണ് പ്രധാന ചർച്ചാ വിഷയങ്ങൾ എന്ന് പറയുന്നത്. എന്നിട്ട് രാവിലെ നിയമസഭയിലേക്ക് വരും, കുറച്ചു നേരം എന്തെങ്കിലും ബഹളം വെക്കും, കുറച്ചു നേരത്തേക്ക് ഈ നിയമസഭാ സമ്മേളനം മാറ്റിവെക്കും, പിന്നെ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും തുടങ്ങും, അതിനുശേഷം കിടന്നുറങ്ങും നിയമസഭയിൽ, അതിനുശേഷം വീണ്ടും അന്നത്തെ ദിവസം കഴിഞ്ഞു. പോകുന്നത് ജനങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്നുള്ള കാശ് തന്നെ. എന്താ ചെയ്യുക? വേറെ യാതൊരു നിവൃത്തിയുമില്ല.